ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്നും കൾച്ചറൽ ഡെസ്കിൽ നിന്നും ബിജു മുത്തത്തി ചേരുന്നുണ്ട്. മുത്തത്തി, ഒരുപക്ഷെ 700-ലധികം സിനിമകളുടെ ചരിത്രം നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ പറയുമ്പോൾ പോലും അഭിനയിച്ച സിനിമകളിലെ മാതൃഭാവം, അമ്മ വേഷങ്ങളാണ് എല്ലായ്പ്പോഴും കവിയൂർ പൊന്നമ്മയിൽ നിറഞ്ഞു നിൽക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഓർമ്മകളായി അലയടിക്കുന്നത്. ആ മറഞ്ഞ ഈ കവിയൂർ പൊന്നമ്മ എന്ന പ്രിയപ്പെട്ട ചലച്ചിത്ര താരത്തെ ഈ ഒരു ഘട്ടത്തിൽ എങ്ങനെ ഓർത്തെടുക്കാം? കാവ്യ ഏതാണ്ട് 6.5 പതിറ്റാണ്ടുകളോളം വരുന്ന ഒരു അഭിനയ ജീവിതമാണ് കവിയൂർ പൊന്നമ്മയിലൂടെ അവസാനിക്കുന്നത്. മലയാള സിനിമയുടെ ആദ്യകാലം തൊട്ട്, അതായത് 60-കൾ തൊട്ട് മലയാള സിനിമയുടെ ഒരു സജീവ മുഖമാണ് കവിയൂർ പൊന്നമ്മ. നൂറുകണക്കിന് അമ്മവേഷങ്ങളിലൂടെയാണ് കവിയൂർ പൊന്നമ്മ മലയാളികളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയിരുന്നത്. അതിനപ്പുറത്തും അമ്മവേഷങ്ങൾക്കപ്പുറത്തും കരുത്തുള്ള ഒരുപാട് കഥാപാത്രങ്ങളിലൂടെ അവർ മലയാള സിനിമയുടെ വേറൊരു തരം ചരിത്രം തന്നെയാണ് അവർ. 6.5 പതിറ്റാണ്ടിൻ്റെ മലയാള സിനിമ ചരിത്രം എന്ന് പറയുന്നത് അത് ചെറിയ ചരിത്രമല്ല. ഏതാണ്ട് 800ഓളം സിനിമകളിൽ പരന്നു കിടക്കുന്ന അഭിനയ ജീവിതമാണ് അവരുടേത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലം തൊട്ട് ഒരുപക്ഷെ മലയാളത്തിലെ എല്ലാ ധാരകളിലുമുള്ള സംവിധായകരുടെ ചിത്രത്തിൽ അവർ അഭിനയിച്ചിട്ടുണ്ട്. 3 തലമുറകളുടെ ഭാഗമായിട്ട് 3 തലമുറയുടെ ഭാഗമായിട്ട് അഭിനയിക്കാൻ അവർക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. നമുക്കറിയാം, സത്യൻ, നസീർ തൊട്ട് കൊട്ടാരക്കര, തിക്കുറിശി, അവിടുന്ന് ഇങ്ങോട്ട് മമ്മൂട്ടി, മോഹൻലാൽ, ദിലീപ്, കുഞ്ചാക്കോ ബോബൻ എന്ന് തുടങ്ങി ഒരു നീണ്ട ഒരു കാലത്തെ അഭിനയ ചരിത്രമാണ് കവിയൂർ പൊന്നമ്മയിലൂടെ അവസാനിക്കുന്നത്.